അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ദോഷം അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. സഹോദരന്മാരെ, കൂടുതൽ ഞാൻ പ്രസംഗങ്ങളും കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. ദുആ ചെയ്ത് പിരിയുകയാണ്, നിർത്തുകയാണ്. നമുക്കതിന് ശേഷം പിരിയാം ഇൻഷാ അല്ലാഹ്. അതുപോലെ ഇവിടെ ഒരുപാട് ആളുകൾ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി സഹായം ചോദിച്ചപ്പോൾ അത് ഏറ്റെടുത്തവരുണ്ട്. അത് പൂർത്തിയാക്കാൻ അതിൻ്റെ ആളുകൾക്ക് അല്ലാഹു തആല തൗഫീഖും കഴിവും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ, അതുപോലെ സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അങ്ങനെ തുടങ്ങിയ മശായിഖന്മാർ, നമ്മുടെ കൺകണ്ട മഹാനായ ശൈഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അല്ലാഹു അവിടുത്തെ ദർജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ കൂടെ അല്ലാഹു സ്വർഗീയ ലോകത്ത് നമ്മയും മുഹിബ്ബീങ്ങളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരെയൊക്കെ ഓർത്ത നല്ല മജ്‌ലിസാണ്. അഥവാ സജ്ജനങ്ങളെ ഓർക്കലും അവരെ സ്മരിക്കലും അത് നന്മയാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാനുള്ള വകയായി അല്ലാഹു തആല എത്തിച്ചു തരുമാറാകട്ടെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ ഒരുപാട് സമയം ദീർഘിച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഒറ്റ വിഷയം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ്. അവര് ഗൗസുൽ ആലം തങ്ങളുടെയും റിഫായി ശൈഖ് തങ്ങളുടെയും ഒക്കെ മദ്ഹുകളും കറാമത്തുകളും ഒരുപാട് കേൾക്കുകയും അറിയുകയും നമ്മളൊക്കെ അത് അനുഭവിക്കുകയും ചെയ്യുന്നവരാണ്. അതുപോലെ ആ ത്വരീഖത്ത് നമുക്ക് കാണിച്ചു തന്ന് ആ ത്വരീഖത്തിലേക്ക് നമ്മളെയൊക്കെ കൂട്ടിച്ചേർത്ത് ആ വഴി നമുക്ക് കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവിടുത്തെ ഉറൂസ് കഴിഞ്ഞു. കൂടിയവരുണ്ടാവും. കൂടിയവർക്കൊക്കെ അല്ലാഹു അവിടുത്തെ മദദ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ അവരുടെ പേരിൽ നടക്കുന്ന സ്ഥാപനമുണ്ട്. നമ്മൾ തലക്കീൽ നടന്നു വരുന്ന താജുൽ ഉലമ. അതുകൊണ്ട് താജുൽ ഉലമ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന മഹാനവറുകളുടെ പേരിലുള്ള സ്ഥാപനം, അവിടെ ഇൻഷാ അല്ലാഹ് മാസത്തിൽ നടക്കുന്ന സ്വലാത്ത് മജ്‌ലിസ് ഉണ്ട്. അതുപോലെ അവരുടെ പേരിലുള്ള രണ്ടാമത്തെ ആണ്ട് നേർച്ച ഈ ജനുവരി 29-ന് ഇൻഷാ അല്ലാഹ് സാലത്തൂർ തലക്കീൽ വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കൂറ്റമ്പാർ ഉസ്താദിൻ്റെ ഉപദേശമൊക്കെ ഉണ്ടാവും. ഞങ്ങളെല്ലാവരെയും ആ മജ്‌ലിസിലേക്ക് ക്ഷണിക്കുകയാണ്. അത് ഒരുപാട് മദതുള്ള മജ്‌ലിസാണ്. ഒരുപാട് ഇവിടെ ഒരാൾ ഇപ്പോൾ ഉസ്താദ് പറയുന്നത് കേട്ടു, ഇത്ര 9,000 രൂപ കുട്ടികളില്ലാതെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലാഹു രോഗം ശിഫിയാൻ വേണ്ടിയിട്ടും അല്ലാഹു സ്വാലിഹായ മക്കളെ ആ സ്വതക്കയുടെ ബർക്കത്തുകൊണ്ട്, മഹാമാരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നൽകട്ടെ. ഞാൻ ചുരുക്കുന്നു. സഹോദരന്മാരെ, കുട്ടികളില്ലാത്ത ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞ കൊല്ലം നമ്മൾ വഴുത് കുറേ കേട്ടു, മഹാമാരെ കറാമത്തും. അത് കേട്ട് നമ്മളെ ഈമാൻ ഉറക്കാൻ വേണ്ടി ഒറ്റ 2 വിഷയം പറഞ്ഞ് നിർത്തുകയാണ്. നമ്മുടെ അവിടെ സ്ഥാപനത്തിൽ നടന്ന ആണ്ട് നേർച്ച, ഒന്നാമത്തെ താജുൽ ഉലമയുടെ ആണ്ട് നേർച്ച. ആ ആണ്ട് നേർച്ചയിൽ പങ്കെടുത്ത നമ്മുടെ സ്ഥാപനത്തിന് സഹായിക്കുന്ന ഖത്തറിലുള്ള കന്യാണ് കറുവപ്പാടിക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, 5-6 കൊല്ലമായി കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ല. അങ്ങനെ
ഡോക്ടർമാരൊക്കെ ഇവിടെ സ്റ്റേജിലൊക്കെ ഉണ്ട്. ഏതായാലും ഇദാ അറാദല്ലാഹു ബിശൈഇൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. അള്ളാഹു തീരുമാനിച്ച നടക്കും, അല്ലെങ്കിൽ ഒരു മഖ്ലൂക്ക് വിചാരിച്ചാലും അത് നടക്കുകയില്ല. അള്ളാഹു നമുക്ക് ഖൈർ അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് അങ്ങനെ കുറേ കൊല്ലം വിഷമിച്ച് അവസാനം ഭാര്യയും കൂട്ടി ഗൾഫിൽ പോയി അവിടെയും നിർത്തി. എന്നിട്ടും കുട്ടികളില്ലാതെ വളരെ വിഷമിച്ച് അങ്ങനെ നാട്ടിൽ വന്ന് കഴിഞ്ഞ കൊല്ലം ആണ്ട് നേർച്ചയിൽ അവിടെ അന്ന് കുമ്പൂലാറ്റൊക്കെ തങ്ങളുണ്ട്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആ മജ്ലിസിൻ്റെ രാത്രിയിൽ ഒരു 10,000 രൂപ അവിടെ സംഭാവന നൽകി. ആ മജ്ലിസിലും വെച്ചതുമായിരുന്നു. പിന്നീട് എൻ്റെ കൂടെ തന്നെ വന്നിട്ട് താജുൽ ഉലമയുടെ മക്കാമിൽ വച്ച് സിയാറത്ത് ചെയ്ത് അവിടെ വിഷയങ്ങൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ് രണ്ടാമത്തെ ആണ്ട് വരുന്നതേ ഉള്ളൂ. ഈ വരുന്ന ആണ്ടാകുന്നതിന് മുമ്പ് ഏകദേശം ഒരു 3 മാസം മുമ്പോ മറ്റോ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിച്ചു. നല്ലൊരു ആൺകുഞ്ഞനെ അല്ലാഹു തആല അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നൽകി. ആ കുടുംബത്തിന് അല്ലാഹു ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ. അങ്ങനെ വേറെയും അദ്ദേഹത്തിൻ്റെ തന്നെ ജ്യേഷ്ഠനായ ഒരു ഉസ്താദ്, അദ്ദേഹത്തിന് ഒരു കുട്ടിയേ ഉള്ളൂ, 11 വയസ്സായി. ഇപ്പോൾ ഗൾഫിലാണ് ഉള്ളത്. അങ്ങനെ ഭാര്യയും കൂട്ടി ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടെ വന്നിരുന്നു. അപ്പോൾ അവിടത്തേക്ക് സംഭാവന നൽകി. അൽഹംദുലില്ലാഹ് ഇന്ന് വിളിച്ചു പറഞ്ഞു ഭാര്യയ്ക്ക് വിശേഷമുണ്ട്, വയറ്റിലുണ്ട്. അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. 11 വർഷത്തിന് ശേഷം എങ്ങാനുമാണ്. അള്ളാഹു സ്വാലിഹായ മക്കളെ അള്ളാഹു നൽകുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് ആൾ താജുൽ മുപ്പാപ്പയുടെ അതുപോലെ ഞാൻ വന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ വന്ന വണ്ടി, ആ വണ്ടി എനിക്ക് ഹദിയ തന്ന ഒരു ചെറുപ്പക്കാരൻ, സാലത്തൂർ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ. ഞാനിത് പറയുന്നത് സമയം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് അവരാരാണെന്ന് അറിഞ്ഞ് മനസ്സുറക്കാൻ വേണ്ടി ഞാൻ പറയാം. നമ്മുടെ മനസ്സിൽ അത് ഉറപ്പിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ പറയാം. ആ ചെറുപ്പക്കാരന് ആകെയുള്ളത് ഒരു മോനാണ്. 14 വയസ്സുള്ള ഒരു മകൻ, മുഹിമ്മത്തിലെങ്ങാനും പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ആൺകുട്ടി. പിന്നെ അതിനുശേഷം കുട്ടിയില്ല. ഈ ഒന്നാമത്തെ ഈ കുട്ടിനെ പ്രസവിച്ചത് തന്നെ 3 മേജർ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് പ്രസവിച്ചതെന്നാണ്. വല്ലാത്ത ഹാലത്തിലാണ്, ചോര കാറുന്ന കോലത്തിൽ വല്ലാത്തൊരു ഹാലത്തിലാണ്. അങ്ങനെ 14 കൊല്ലത്തോളം കുട്ടികളില്ല. അങ്ങനെ കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ കൊല്ലോ മറ്റോ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ സിയാറത്തിന് പോയി. അവിടെ താജുൽ ഉലമയുടെ സിയാറത്ത് ചെയ്തു. ഞാൻ കൂടെ പോയി. അവിടെ വിഷയങ്ങളെല്ലാം പറഞ്ഞു ദ്വാരന്ന് കൊടുത്തു. നമ്മളെ സ്ഥാപനത്തിന് നല്ല സഹായിക്കുന്ന ചെറുപ്പക്കാരനാണ്. അങ്ങനെ അവിടെ സിയാറത്തെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈ വണ്ടി നിങ്ങൾക്ക് ഹദിയ തരാൻ തീരുമാനിച്ചു. പെട്ടെന്ന് പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അങ്ങനെ ഏതായാലും ചെറുപ്പക്കാരൻ നിർബന്ധിച്ചു. അങ്ങനെ നമ്മൾ വന്നു. അൽഹംദുലില്ലാഹ് ആ വന്ന ആഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയും വന്ന ആ വാഹനത്തിൽ വന്നു. അവർ വാഹനമായി തിരിച്ചു വന്നു. ആ ആഴ്ചയിൽ തന്നെ 14 വർഷത്തിന് ശേഷം ആ ചെറുപ്പക്കാരൻ്റെ ഭാര്യ ഗർഭിണിയായി. ഇപ്പോൾ ഭാര്യ പ്രസവിച്ച് ആ കുട്ടിക്ക് 1 വയസ്സിന് മീത്തയായിട്ടുണ്ടാവും എന്ന് ഞാൻ തോന്നുന്നു. 1 വയസ്സോ മറ്റോ ആയിട്ട് ഒരു നല്ല പെൺകുഞ്ഞിനെ, നല്ല നോർമൽ പ്രസവം. ഈ പ്രസവം നോർമൽ പ്രസവമാണ്. 5 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞു എന്നാണ്. അവരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ആ കുടുംബത്തിന് ഇനിയും അള്ളാഹു തആല ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി സൗദി അറേബ്യയിൽ ഖിദ്മത്ത് ചെയ്യുന്ന ഇതിൻ്റെ കമ്മിറ്റിൻ്റെ ട്രഷററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, സാലത്തൂറിനുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന് ഇതേപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരൻ 15-16 വയസ്സുള്ള വേറൊരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ സ്വലാത്ത് മജ്ലിസ് നടക്കൽ അദ്ദേഹത്തിൻ്റെ ഗൾഫിലുള്ള ഫാമിലി റൂമിലാണ്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷം ആ ചെറുപ്പക്കാരന് 14 വർഷത്തിന് ശേഷം താജുൽ ഉലമ മുപ്പാപ്പയുടെ പേരിൽ ഫാത്തിഹ ഓതി സ്വലാത്ത് ചെല്ലുന്ന മജ്ലിസ്, ഇജാസത്ത് അനുസരിച്ച് അസ്മാഉൽ ഹുസ്ന നടക്കുന്ന മജ്ലിസാണ് ആ വീട്ടിൽ. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അൽഹംദുലില്ലാഹ് 15-14 വർഷത്തിന് ശേഷം കഴിഞ്ഞ കൊല്ലം ഒരു പെൺകുട്ടിയെ അള്ളാഹു കൊടുത്തു. ആ കുടുംബത്തിനും അള്ളാഹു തആല ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. അങ്ങനെ വേറെയും ഒരുപാട് കുട്ടികളില്ലാത്ത ആളുകൾക്ക് കുട്ടികൾ കിട്ടിയ ഒരുപാട് മധുള്ള മജ്ലിസാണ്. ആ മജ്ലിസിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ജനുവരി 29-ന്. അതുപോലെ ആ സ്ഥാപനത്തുമായി നിങ്ങൾ സഹകരിക്കുക. അതുപോലെ അതിൻ്റെ കലണ്ടർ അവിടെയുണ്ട്. എല്ലാവരും ഓരോന്നോരോ കലണ്ടർ താജുൽ ഉലമ മുപ്പാപ്പയുടെ പേര് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അത് എത്രയാണോ നിങ്ങൾക്കാകുന്ന നല്ലൊരു സംഭാവന കൊടുത്തിട്ട് നിങ്ങളെല്ലാവരും ഓരോ കലണ്ടർ വാങ്ങി വെക്കുക. അള്ളാഹു കബൂലാക്കി തീർക്കുമാറാകട്ടെ. അവരെ പേരിൽ ഒരു 11 തഹ്ലീൽ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ.
സുഖമില്ലാത്ത ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല റാഹത്ത് നൽകട്ടെ. ഒരു കുട്ടിയുണ്ട്, രണ്ടാമതൊരു കുട്ടി. അല്ലാഹു തആല നൽകുമാറാകട്ടെ. അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ പള്ളിക്ക് വേണ്ടി ഏറ്റെടുത്ത ആളുകൾക്കെല്ലാം അള്ളാഹു അത് പൂർത്തിയാക്കി ജാരിയായ സ്വതക്കയായി അനുഭവിക്കാൻ അല്ലാഹു തആല എത്തിക്കുമാറാകട്ടെ. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله. നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവന കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ ഇരിക്കുക. ദുആ ചെയ്ത് പെട്ടെന്ന് പിരിയാ. തങ്ങളെ കൈ മുസാഫത്താക്കിയിട്ട് എല്ലാവരോട് പോയിട്ട് ദൈക്കോറു തങ്ങ ദ്വാരക്ക് എല്ലാവരും വന്നിട്ട് തങ്ങളെ കയ്യിൽ മുസാഫത്താക്കിയിട്ട് പോറും. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു. എല്ലാവരും കൈ മുസാഫത്തായിട്ട് അവിടെ ദൈക്കോറു തങ്ങളെ ദുആ ഉണ്ട്. ദുആ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളെ പേരിലുണ്ടാക്കിയ തബറുക്ക് ഉണ്ട്. എല്ലാവരും എടുത്തിട്ടേ പോണു. ആറും തബറുക്ക് എടുക്കാണ്ട് പോകുതീറ. എല്ലാവരും കൈ മുസാഫത്താക്കിയിട്ട് അതേ കുർസിൽ പോയിട്ട് ദയിച്ചിട്ട് തങ്ങളെ ഭക്തിയുള്ള ദുആ ആമീൻ ചൊന്നിട്ട് തബറുക്ക് എടുത്തിട്ട് എല്ലാവരും പോണു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്
ദുആ കഴിഞ്ഞിട്ട് തബറുക്ക് എടുത്തിട്ടേ പോണു. തബറുക്ക് എടുക്കാൻ ടാറു പോണ്ട. ബഹുമാനപ്പെട്ട ഷേഖ് മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളെ പേരിൽ ഉണ്ടാക്കിയ തബറുക്കായിട്ടിക്കിട് ദുആക്ക് ശേഷം തബറുക്ക് വിതരണം നടക്കിട്. എല്ലാവരും അതായിട്ടേ പോണു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമായിട്ട് തങ്ങ ദ്വാരക്കിട്. ഞങ്ങളെ പള്ളിയുടെ വിഷയത്തിൽ ഫുള്ളായിട്ട് ഇരുമ്പ് തന്ന ആൾമാർ, അതുപോലെ തന്നെ 100 കോണി സിമെന്റ് തന്നങ്ങ, 50 കോണി സിമെന്റ് തന്നങ്ങ, 25 കോണി സിമെന്റ് തന്നങ്ങ, 1000 ഉറുപ്പിക എനിക്ക് സംഭാവന തന്നങ്ങ, അതുപോലെ തന്നെ ഇതുക്ക് മുന്നോള് തന്നങ്ങ, ഇനി തറകു ഇന്നങ്ങ. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണമായിട്ട് ബഹുമാനപ്പെട്ട താജുല്ലുലമയുടെ പുള്ളി നാവുകു ഭയങ്കര അസറുള്ള ഫലമുള്ള തങ്ങളായിട്ടിക്കിട് ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ മഷ്ഹൂർ തങ്ങ ഞങ്ങൾക്ക് വേണമായിട്ട് ദ്വാരക്കിട്. എല്ലാവരും എന്താക്കണം, അവിടെ പോയിട്ട് ദയിക്കണം. ദ്വാക്ക് പിന്നെ തബറുക്ക് വിതരണം ഉണ്ട്. അത് ആയാൽ പിന്നെ എല്ലാവരും പോണു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله الذي جعلنا من أمة سيدنا محمد. والحمد لله الذي جعلنا من أمة سيدنا محمد صلى الله عليه وسلم. الحمد لله الذي جعلنا من أمة سيدنا محمد صلى الله عليه وسلم. الحمد لله الذي جعلنا من أمة سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. اللهم يا إلهنا أوصل وبلغ مثل ثواب ما قرأناه وما صليناه وما سلمنا إلى حضرة روح حبيبك المصطفى محمد صلى الله عليه وسلم. اللهم في إلى حضرات أرواح أهل الخير كلهم أجمعين. أرحم الرحيم يا الله، الملك الجبار يا رحمن الرحيم يا الله. ഞങ്ങളിൽ നിന്ന് നീ മജ്‌ലിസിനെ നീ ഖബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, അഫ്വും കരീമുമായ ലത്തീഫായ അല്ലാഹ്, അല്ലാഹ് ലത്തീഫായ അല്ലാഹ്. اللهم يا لطيفا بالعباد الطف بنا يا رب العالمين.
اللهم يا لطيفا بالعباد الطف بنا يا رب العالمين أرحم الرحيم يا الله റഹ്മാനും റഹീമുമായ അഫ്വും കരീമും ഗഫൂറും ഗഫാറുമായ അല്ലാഹ് സാധുക്കളായ ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ സ്വതക്ക ചെയ്തവർ 1,50,000 ഒരുപാട് ഈ നിന്റെ പള്ളിയുടെ നിർമ്മാണത്തിൻ്റെ കാര്യം ഏറ്റെടുത്തവർ അല്ലാഹുവേ നിന്റെ പൽവനം ഏറ്റെടുത്ത മജ്ലിസാണ് ഈ മജ്ലിസ് അതിനെ സഹായിക്കാമെന്ന് ഏറ്റെടുത്ത മജ്ലിസാണ് ഈ മജ്ലിസ് എൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും മദ്ഹും പറഞ്ഞ മജ്ലിസാണ് അല്ലാഹുവേ നീ ഖബൂലാക്കണം റഹ്മാനെ നീ ഖബൂലാക്കണം റഹ്മാനെ നീ സ്വീകരിക്കണം റഹ്മാനെ അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെയും ഞങ്ങളുടെ ഭാര്യ മക്കൾ ഉമ്മ വാപ്പമാർ ജ്യേഷ്ഠാനുജന്മാർ കൂട്ടുകുടുംബക്കാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ ഇവിടെ വന്നുകൂടി ആണുങ്ങൾ പെണ്ണുങ്ങൾ സ്വതക്ക ചെയ്തവർ ചെയ്യാമെന്ന് ഏറ്റെടുത്തവർ ചെയ്തവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ അല്ലാഹുവേ ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവർ അല്ലാഹ് ഞങ്ങളുടെയൊക്കെ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും നീ പുറത്തു തരണം അല്ലാഹ് ഞങ്ങൾക്കും അവർക്കും നീ മാപ്പ് നൽകണം റഹ്മാനെ അല്ലാഹുമ്മ യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ യാ റബ്ബൽ ആലമീൻ ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ അഫു നൽകണം അല്ലാഹ് ഞങ്ങൾക്ക് മാപ്പാക്കി തരണം അല്ലാഹ് യജമാനനായ അല്ലാഹ് നീ ഞങ്ങളുടെ ഉടമയാണ് ഞങ്ങൾ നിൻ്റെ അടിയങ്ങളാണ് വളരെ ദോഷികളാണ് മോശപ്പെട്ടവരാണ് അല്ലാഹ് നിൻ്റെ റഹ്മത്ത് വളരെ വിശാലമാണ് അല്ലാഹുവേ നീ നിൻ്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണം റഹ്മാനെ നിൻ്റെ റഹ്മത്ത് ഞങ്ങളെ കൊണ്ട് വർഷിക്കണം റഹ്മാനെ അല്ലാഹുവേ നിൻ്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹീതരായവരിൽ ഞങ്ങളെയും ഇവിടെ സഹായിച്ചവരെയും ഏറ്റെടുത്തവരെയും പെടുത്തണം അല്ലാഹ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരെ പെടുത്തണം റഹ്മാനെ അല്ലാഹ് നിൻ്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം الصلاة والسلام عليك يا حبيب الله يا رحمة الله إني خائف وجل يا نعمة الله إني مفلس أعني يا رحمة الله إني خائف وجل يا نعمة الله إني مفلس أعني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني وكن غناي الذي ما بعده فلس وكن فكاكي من غلال عصياني تحية الصمد المولى ورحمته ما غنت الورق في أوراق أغصاني عليك يا عروة الوثقى ويا سند الأوفى ومن مدحه روحي وريحاني അല്ലാഹുവേ നിൻ്റെ ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുൻനിർത്തി ചോദിക്കുന്നു അല്ലാഹ് അവിടുത്തോടുള്ള മഹബത്ത് മഹാന്മാരോടുള്ള മഹബത്ത് സജ്ജനങ്ങളോടുള്ള സ്നേഹവുമല്ലാതെ ഞങ്ങളെ കയ്യിലൊന്നുമില്ലല്ലോ അല്ലാഹ് ഞങ്ങളെയെല്ലാം അറിയുന്ന റഹ്മാനായ അല്ലാഹ് ഞങ്ങൾ എത്രയുണ്ട് ഞങ്ങൾ അളവുകോൽ എത്രയാണെന്നറിയുന്ന അല്ലാഹ് ഞങ്ങൾ എത്രയുണ്ടെന്ന് നിനക്കറിയുന്നവനാണല്ലോ അല്ലാഹ് ഞങ്ങൾ എന്തിനെ കൊള്ളുമെന്ന് നിനക്കറിയുന്നവനാണ് ഈമാനും ഇഖ്ലാസും അമലും അതെത്രയുണ്ടെന്ന് ഞങ്ങളെ സംബന്ധിച്ച് നിനക്ക് നന്നായി അറിയുന്ന ഖബീറായ അല്ലാഹ് നിന്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് താജുൽ ഉലമ ഉപ്പാപ്പയുടെ ബറക്കത്ത് കൊണ്ട്
അവരുടെ പാപ്പമാരുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ മശായിഖന്മാരുടെ ബർക്കത്ത് കൊണ്ട്, ഉസ്തുല്ലാഹുസുല്ലാലം തങ്ങൾ റിഫായി ശൈഖ് തങ്ങൾ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹുവേ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട്, മദീനയുടെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ സലാമത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ ദീനും ദുനിയാവും നീ സലാമത്തിലാക്കി തരണം അല്ലാഹ്. ഈ പതിരാ സമയത്ത് ഞങ്ങൾക്ക് അല്ലാഹുവേ നിന്നോട് നിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടി ധാരാളം സ്വതക്ക ചെയ്യുകയും ചെയ്യാൻ വേണ്ടി ഏറ്റെടുക്കുകയും ചെയ്ത് ഹബീബ് തങ്ങളെ മുൻനിർത്തി ചോദിക്കുമ്പോൾ നീ തള്ളല്ല അല്ലാഹ്, നീ തള്ളിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ദോഷം പുറത്തു തരണം അല്ലാഹ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഞങ്ങളെല്ലാവരും ഒരുപാട് ദോഷികളാണ്, നീ പുറത്തു തരണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് തരണം അല്ലാഹ്. എല്ലാ ദോഷങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ഖൽബിൻ്റെ ഖസ്വത്തുകളും മൂടികളും അല്ലാഹുവേ ഹിജാബുകളൊക്കെ എടുത്തു മാറ്റപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ടവരായി ഞങ്ങളെ നീ എത്തിക്കണം റഹ്മാനെ. അല്ലാഹ് ഞങ്ങൾക്ക് തരണം റഹ്മാനെ. കറുത്ത് 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 ഹബീബിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നില്ല. നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നില്ല. അല്ലാഹ് ഞങ്ങളുടെ ഖൽബ് കറുത്തു പോയത് കൊണ്ടാണ്. നീ പ്രകാശിപ്പിച്ചു തരണം റഹ്മാനെ, പ്രകാശിപ്പിച്ചു തരണം റഹ്മാനെ. അല്ലാഹ് വിശുദ്ധ ഖുർആനുൽ ശരീഫ് അതോതി ഓതി ഖുർആൻ ഓതി ഓതി ഖൽബ് പ്രകാശിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. സ്വലാത്ത് ചൊല്ലി ഖൽബ് പ്രകാശിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ധാരാളം സുന്നത്ത് നിസ്കരിച്ച് ഖൽബ് പ്രകാശിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ഹിജാബുകളെ നീ മാറ്റിത്തരണം അല്ലാഹ്. നിന്നിലേക്ക് ലയിക്കുന്നതിന്, നിന്റെ മഅരിഫത്ത് കിട്ടുന്നതിന്, നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഭവിക്കുന്നതിനുള്ള എല്ലാ ഹിജാബുകളും നീ മാറ്റിത്തരണം റഹ്മാനെ, നീ മാറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാ വിഷയത്തിലും നീ ഖൈറും ബറക്കത്തും നൽകണം അല്ലാഹ്. പരിപൂർണമായ ആഫിയത്തോടെ ശാരീരികമായി മാനസികമായും ബുദ്ധിപരമായും ഓർമ്മപരമായും ശരീരത്തിൻ്റെ ആന്തരികാവയവങ്ങൾക്കും ബാഹ്യാവയവങ്ങൾക്കൊക്കെ നല്ല ആഫിയത്തോടെ ദീർഘായുസ് നിൻ്റെ ത്വാഴത്തിലായി, നിൻ്റെ ദീനിൻ്റെയും ഇൽമിൻ്റെയും ഖിദ്മത്തിലായി ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ആഫിയത്തോടെ ദീർഘായുസ് തരണം അല്ലാഹ്. നിന്റെ ത്വാഴത്തിലായി ആഫിയത്തോടെ ദീർഘായുസ് ഞങ്ങളുപ്പാപ്പമാർക്ക് നീ കൊടുത്ത പോലെ, ഞങ്ങളെ മശായിഖന്മാർക്ക് കൊടുത്ത പോലെ നീ ഞങ്ങൾക്കും ഓശാരമായി തരണം റഹ്മാനെ. ഞങ്ങളെ ഭാര്യ മക്കളും ഉമ്മ പെങ്ങന്മാർ കുടുംബങ്ങളും ഞങ്ങളെ മുത്തഅല്ലിമീങ്ങൾക്ക് നൽകണം അല്ലാഹ്. നാഫിയായ ഇൽമ് ധാരാളം പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹുവിൻ്റെ ഖലാസോടെ ഖിദ്മത്ത് ചെയ്യാനും ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും മുത്തഅല്ലിമീങ്ങൾക്കും ഞങ്ങളെ സുഹൃത്തുക്കൾക്കും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കും നീ തൗഫീഖ് തരണം അല്ലാഹ്. അല്ലാഹുവേ എല്ലാ വിഷമങ്ങളും നീക്കിത്തരണം റഹ്മാനെ. ആഫിയത്തോടെ ദീർഘായുസ് തരണം അല്ലാഹ്. ഒരു രോഗികളും ആക്കല്ല അല്ലാഹ്, ഒരു രോഗത്തിനും അടിമകളാക്കല്ല അല്ലാഹ്. അല്ലാഹ് രോഗികളാക്കല്ല അല്ലാഹ്. ക്യാൻസർ രോഗം വന്ന് സ്തനാർബുദങ്ങൾ പിടിപെട്ട് വിഷമിക്കുന്ന സഹോദരികളുണ്ട്. പല ഭാഗത്തും ക്യാൻസർ വന്ന് വിഷമിക്കുന്നവർ റഹ്മാനെ
ഒന്ന് മരിച്ചു കിട്ടിയെങ്കിലെന്നൊക്കെ വിഷമം കൊണ്ട് ചിന്തിച്ചു പോകുന്ന രംഗങ്ങളിൽ വന്നു പോകുന്നവർ അല്ലാഹ് നീ ഞങ്ങളെ സലാമത്തിലാക്കണം റഹ്മാനെ. അത്തരം രോഗങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്, കാത്ത് സലാമത്തിലാക്കണം അല്ലാഹ്. ഒരു ചെറിയ കുഞ്ഞുമോന് ക്യാൻസർ ബാധിച്ചിട്ട് കാലുകെട്ടാക്കിയിട്ടുണ്ട്. അല്ലാഹ് നീ ശിഫ നൽകണം അല്ലാഹ്, സലാമത്ത് നൽകണം അല്ലാഹ്, സലാമത്തിലാക്കണം അല്ലാഹ്. കിഡ്നികൾ ഫെയിലായി പോയവർ നീ സലാമത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ രോഗം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. റഹ്മാനായ അല്ലാഹ് ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളുടെ പേരിൽ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്, ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണം റഹ്മാനെ. ഒരു രോഗവും കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. അവസാനം മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനെ. ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ അല്ലാഹ് ഞങ്ങളെ പാപ്പമാര് പോയ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സന്തോഷമുള്ള യാത്ര ഞങ്ങൾക്കും തരണം റഹ്മാനെ. നീ തരണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്, ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഹുസ്നുൽ ഖാതിമത്ത് തരണം അല്ലാഹ്. സൂഉൽ ഖാതിമത്തിനെ തൊട്ട് അതിൻ്റെ വഴികളെ തൊട്ട് അതിൻ്റെ ലക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരെ ഇവിടെ സഹായിച്ചവരെ ഏറ്റെടുത്തവരെ കാക്കണം അല്ലാഹ്. ഇവിടെ സഹായിക്കാൻ പള്ളിക്ക് ഏറ്റെടുത്തവർക്ക് ഞങ്ങൾക്കും അവർക്കും ജാരിയായ സ്വതക്കയായി നീ അവർക്കതിനെ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ നാളെ നിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടി ഹിസാബ് ചെയ്യപ്പെടുമ്പോൾ അല്ലാഹുവേ അല്ലാഹ് ഞങ്ങൾ വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ, ഞങ്ങൾ ദുനിയാവ് തിരഞ്ഞെടുത്തു പോയി ശാശ്വതമായതിൻ്റെ പിറകിൽ മാറ്റിവെച്ചിട്ട് ദുനിയാവിനെ തിരഞ്ഞെടുത്ത വിഡ്ഢികളാണ് ഞങ്ങൾ. അല്ലാഹുവേ ഞങ്ങളോട് പൊരുത്തപ്പെട്ട് നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് വിധിക്കുന്നതെല്ലാം നീ ഖൈറാക്കണം അല്ലാഹ്, ഞങ്ങൾക്ക് വിധിക്കുന്നതെല്ലാം ഖൈറാക്കണം അല്ലാഹ്. ളാറും നാഫിഉമായ അല്ലാഹ്, മാനിഉം മുഅ്തിയുമായ അല്ലാഹ്. اللهم يا لطيف يا لطيف يا لطيف يا ودود يا ودود يا ودود റഹ്മാനായ അല്ലാഹ് ഞങ്ങൾ എല്ലാം വേണ്ടി പറഞ്ഞ് ചോദിക്കേണ്ടതില്ല, എല്ലാം അറിയുന്നവനാണ് നീ റഹ്മാനെ. ഇവിടെ വന്നവരും സഹായിച്ചവരും ഏറ്റെടുത്തവരും അവരെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാഹ്, നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും ഖൈറടുപ്പിക്കണം അല്ലാഹ്. ഷർറിനെ തൊട്ട് ഞങ്ങളെയും അവരെയും ഞങ്ങളെയും തൊട്ട് ഷർറിനെയും ദൂരെയാക്കണം അല്ലാഹ്. എല്ലാം നീ സലാമത്തിലാക്കി തരണം റഹ്മാനെ, ഇസ്സത്തിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ കുടുംബങ്ങളിലും മക്കളിലും ജോലികളിലും ബിസിനസ്സുകളിലൊക്കെ ഞങ്ങൾക്കും അവർക്കും ബറക്കത്ത് തരണം അല്ലാഹ്. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാത്ത് സലാമത്തിലാക്കണം അല്ലാഹ്. എല്ലാം ഖൈറിലാക്കണം അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണം റഹ്മാനെ. അവരെ നല്ല ബുദ്ധിശക്തിയും അദബും ഫഹമും അഖ്ലും ഹിക്മത്തും ഹിഫ്ളുമുള്ള നല്ല സ്വഭാവികളായ മക്കളായി ഞങ്ങൾ ആൺമക്കളെയും പെൺമക്കളെയും ഞങ്ങളെ കുടുംബങ്ങളെയും മുതഅല്ലിമീങ്ങളെയും ഞങ്ങളെയും നീ എത്തിച്ചു തരണം റഹ്മാനെ. അവരെ എല്ലാ പഠന വിഷയങ്ങളിലും നീ വിജയവും ഔന്നിത്യവും ഉന്നത വിജയവും പുരോഗമനവും നൽകണം റഹ്മാനെ. പരീക്ഷകളിൽ നീ പാസ്സാക്കി കൊടുക്കണം റഹ്മാനെ. മെഡിക്കൽ പരീക്ഷകൾ എഴുതിയവരുണ്ട്, എഴുതുന്നവരുണ്ട്, നീ വിജയം കൊടുക്കണം റഹ്മാനെ.
ഈ സന്തോഷം കൊടുക്കണം റഹ്മാനെ. ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് തരണം അല്ലാഹുവേ. നീ റാഹത്തിലാക്കണം റഹ്മാനെ. കടം കയറി കുടുങ്ങിയവരുണ്ട്, നീ എളുപ്പത്തിൽ സലാമത്തിലാക്കണം കടത്തിൽ നിന്ന് വഴി എളുപ്പമാക്കണം, മോചനത്തിനുള്ള വഴി എളുപ്പമാക്കണം യാ ഫത്താഹു യാ ഒരുപാട് പെൺകുട്ടികൾ വിവാഹപ്രായമെത്തി, വധുവത്വര ഭർത്താക്കന്മാർ കുഫുവത്ത് എത്തിക്കിട്ടാത്ത വിഷമിക്കുന്നവർ അള്ളാഹുവെ നല്ല സ്വലഹീങ്ങളായ നല്ല കുഫുവത്ത ഭർത്താക്കന്മാരെ എത്തിച്ച് സഹോദരിമാരെ നീ സലാമത്തിലാക്കണം റഹ്മാനെ. ചെറുപ്പക്കാർക്കും നല്ല കുഫുവത്തണകൾ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. നിശ്ചയിച്ച് ഉറപ്പിച്ചതൊക്കെ സന്തോഷത്തിൽ പൂർത്തിയാക്കി കൊടുക്കണം രക്ഷിതാക്കൾക്ക് പെൺകുട്ടികളെ ഇസ്സത്തിൽ കെട്ടിച്ചേക്കാനുള്ള വഴി നീ എളുപ്പമാക്കണം റഹ്മാനെ. അള്ളാഹുവെ പരിശുദ്ധ ഹജ്ജും ഉംറയും മഖബൂലും മബ്റൂറുമായ നിലക്ക് ചെയ്യാൻ ഞങ്ങൾക്കും ഒരുങ്ങിയവർക്കും ചെയ്തവർക്കും ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് തരണം മദീനയിലെത്തിക്കണം റഹ്മാനെ. ആ പൂമുഖത്ത് സ്വലാത്തും സലാമും ചെല്ലാനും അത് ചെല്ലുമ്പോൾ അവിടുന്ന് പരിഗണനയോടെ നോക്കി, അവിടുന്ന് പരിഗണിച്ച് അവിടുന്ന് സലാം മടക്കി കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, അവിടുത്തേക്ക് പരിചയമുള്ള അവിടുന്ന് പരിഗണിക്കുന്നവരുടെ ലിസ്റ്റിൽ സാധുക്കളായ ഞങ്ങളെയും ഇവിടെ പള്ളി നിർമ്മാണത്തിന് ഏറ്റെടുത്തവരെയും നീ പെടുത്തണം റഹ്മാനെ, നീ പെടുത്തണം റഹ്മാനെ, നീ പെടുത്തണം റഹ്മാനെ. അവിടുത്തെ ശഫാഅത്ത് നൽകണം റഹ്മാനെ. മഹാന്മാരുടെ ശഫാഅത്തിൽ ഞങ്ങളെ പെടുത്തണം അല്ലാഹ്. താജുല്ലുൽ ഉപ്പാപ്പയുടെ ദറജ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരുടെ ഉപ്പാപ്പമാരുടെ കൂടെ ഞങ്ങളെയും അവരെയെല്ലാം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, അവസാനം നന്മയും തിന്മയും തൂക്കുന്ന അവസരത്തിൽ വഅമ്മാമൻ ഖഫ്ഫത മവാസീനുഹു, നന്മയുടെ ഭാഗം ആർക്കെങ്കിലും താണുപോയാൽ അവൻ ഗതികേടിലായിപ്പോയി. അല്ലാഹ്, ഞങ്ങളെ കൂടിയതും മഹാന്മാരെ സ്നേഹിച്ചതും ഓർത്തതും ഏറ്റെടുത്ത സദഖകളും ചെയ്തതും ഒക്കെയും നന്മയുടെ തട്ടിൽ ഞങ്ങൾക്കും ഇവർക്കെല്ലാം എത്തിച്ചു തരണം റഹ്മാനെ. നീ എത്തിച്ചു തരണം റഹ്മാനെ. നന്മയുടെ തട്ടിന് ഭാരം നൽകണം അല്ലാഹ്. വലങ്കയ്യിൽ അടുകിട്ടാൻ അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത്, സജ്ജനങ്ങളോടുള്ള മഹബത്തിൻ്റെ പേരിൽ വലങ്കയ്യിൽ അടുവാങ്ങാനുള്ള ഭാഗ്യം നൽകണം അല്ലാഹ്. സ്വർഗീയ വിഭാഗത്തിൽ പെടുത്തണം അല്ലാഹ്. സുറാത്ത് പാലം എളുപ്പത്തിലാക്കണം റഹ്മാനെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അള്ളാഹുവേ, മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, ഇന്ന് മരിച്ചു പോയ ചെറുപ്പക്കാരനായ ഒരു സയ്യിദുണ്ട്, അദ്ദേഹത്തിൻ്റെ ഖബർ സ്വർഗമാക്കണം അല്ലാ. ഇതിൻ്റെ മിഥില സവാബ് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കണം അല്ലാ. അതുപോലെ 2 ദിവസം മുമ്പ് മരിച്ചു പോയ സുന്നത്ത് ജമാഅത്തിൻ്റെ ചെറുപ്പക്കാരുണ്ട്. ഈ നാട്ടിൽ നിന്ന് മരിച്ച് പള്ളിയുടെ പരിസരത്ത് ഖബറാളികളായ പല മുഅ്മിനീങ്ങളുണ്ട്. അവരെയെല്ലാം ഖബറിലേക്ക് ഇതിൻ്റെ മിഥില സവാബ് എത്തിച്ചു കൊടുക്കണം അല്ലാ. ഖബർ സ്വർഗമാക്കി കൊടുക്കണം അല്ലാ. അവരെ ഞങ്ങളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റബ്ബന, അല്ലാഹുവേ, ഒരുപാട് ഉമ്മമാര് പല രോഗങ്ങളെ കൊണ്ടും വിഷമങ്ങളെ കൊണ്ടും വിഷമിക്കുന്നവർ, നീ പരിഹാരം കൊടുക്കണം അല്ലാ, പരിഹാരം കൊടുക്കണം അല്ലാ. ഭർത്താക്കന്മാരുമായി ഇണക്കമില്ലാതെ കുടുംബ പ്രശ്നങ്ങളിൽ കഴിയുന്ന സഹോദരിമാരുണ്ട്, നീ സന്തോഷവും റാഹത്തും കൊടുക്കണം അല്ലാ. ഭർത്താക്കന്മാരോട് പിണക്കം കാട്ടുന്ന, ചൊടി കാട്ടുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന സഹോദരിമാരുണ്ട്, നല്ല സൽബുദ്ധിയും നല്ല സൽസ്വഭാവവും ഭർത്താക്കന്മാരോട് സ്നേഹവും കൊടുക്കണം റഹ്മാനെ. ഭാര്യമാരോട് ഇണക്കം കാട്ടാത്ത ഭർത്താക്കന്മാരുണ്ട്, അവർക്കും നീ നല്ല ബുദ്ധിയും സൽസ്വഭാവവും നീ കൊടുക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഷയങ്ങൾ ഓർക്കുക. അതുപോലെ ജനുവരി 29-നാണ് ആകുന്നവരെല്ലാം വളരെ വിപുലമായി നടക്കുന്ന ആണ്ട് ആ പരിപാടിയിൽ വരിക. ഇവിടെ അടുത്ത് സാലത്തൂറാണ്. ഇസ്ലാമ തെല്ല് ഒരു ജന്നിമിഷം കഴിഞ്ഞ തങ്ങ തെല്ല് പോട്ടു ഇലിമ്പ് അർജന്റ് ആക്കണ്ട തങ്ങു